ക്ഷേത്രോത്സവത്തിനായിട്ട് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ പൂർണ്ണമായിട്ടും അടച്ചിടാന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരം. ഇതുപോലെ എയർപോർട്ട് അടച്ചിടുന്ന ഒരു കാര്യം ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് ഒരിടത്തും ഉണ്ടാവാൻ സാധ്യതയില്ല. ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് ഘോഷയാത്ര കടന്നു പോകാനായിട്ട് വർഷത്തിൽ 2 തവണയാണ് ഇതേപോലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിടാറുള്ളത്. അതിന്റെ പിന്നില് ഒരു ചരിത്രമുണ്ട്. വർഷം 1932. അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബലരാമവർമ്മയാണ് തിരുവനന്തപുരത്ത് ഒരു വിമാനത്താവളം നിർമ്മിക്കുന്നതിനായിട്ട് രാജകുടുംബത്തിന്റെ ഭൂമി വിട്ടുകൊടുക്കുന്നത്. വർഷത്തിൽ 363 ദിവസം വിമാനത്താവളത്തിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള 2 ദിവസം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഘോഷയാത്രയ്ക്കായിട്ടും ഈ ഒരു സ്ഥലം ഉപയോഗിക്കാം എന്നായിരുന്നു അന്നത്തെ കരാർ. കാലമേറെ കഴിഞ്ഞിട്ടും യാതൊരു മാറ്റവും ഇല്ലാതെ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 5 മണിക്കാണ് ഈ ഒരു ഘോഷയാത്ര ആരംഭിച്ചത്. കുതിരപ്പുറത്തും കാൽനടയായിട്ടൊക്കെ നമ്മുടെ പോലീസ് സേന ഉണ്ട്. പിന്നെ അതാ ബാൻഡ് മേള ഉണ്ട്. ഉടവാളും തലപ്പാവും ഒക്കെ ആയിട്ട് പരമ്പരാഗത വേഷത്തില് നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് വള്ളക്കടവിൽ എത്തിയിട്ടുണ്ട്. ഗരുഡ വാഹനത്തില് ശ്രീ പത്മനാഭസ്വാമിയും നരസിംഹമൂർത്തിയും ശ്രീകൃഷ്ണസ്വാമിയാണുള്ളത്. പത്മനാഭ സ്തുതികളുമായിട്ട് ഘോഷയാത്ര വരുന്ന വഴികളിലൊക്കെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഘോഷയാത്ര വിമാനത്താവളത്തിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ പാസ് ഉള്ളവർക്ക് മാത്രമാണ് റൺവേയിലൂടെ കടക്കാൻ അനുവദിക്കുള്ളൂ. അങ്ങനെ നമ്മളിതാ ശംഖുമുഖം കടപ്പുറത്തെത്തി. ഈ കാണുന്ന കടലില് ചന്ദ്രോദയത്തിലാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട്.